10 വർഷം ഗുണ്ടകളുടെ പറുദീസയായിരുന്നു കേരളം. ഒരു കാരണവശാലും ഒരു ഗുണ്ടയെയും ജനങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് കാപ്പാപ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളാണെങ്കിലും അവരൊക്കെ നിർദാക്ഷിണ്യം പോലീസിന്റെ നടപടി ഉണ്ടാകും. ഗുണ്ടകളുടെ പറുദീസയായി കേരളത്തെ മാറ്റി ആ കാലം അവസാനിച്ചിരിക്കുന്നു. അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെന്റ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല, ഈ ഗവൺമെന്റിന്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്തെ വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവിതം സ്വൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകുക, ക്രമസമാധാന നില പാലിക്കുക. ഗുണ്ടകളല്ല, പോലീസുകാരുണ്ട് നിയമം പാലിക്കാൻ. അതിന് ഗുണ്ടകളല്ല വേണ്ടത്. ഒരു സംശയവും വേണ്ട. അത്തരം ഗുണ്ടകൾക്ക് യാതൊരു വിധത്തിലും സ്വൈര ജീവിതത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മെയ് 4-നാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. മെയ് 18-ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞു. പിന്നെയും 2-3 ദിവസങ്ങളെടുത്തു വകുപ്പുകളൊക്കെ വീതിച്ച് നൽകുന്നതിന് വേണ്ടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22-ഓ 23-ഓ ഒക്കെ ആയപ്പോഴാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റായി വന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഒരു ഗവൺമെൻറ് ഫോം ചെയ്തിട്ട്. ഇവിടെ ഈ മന്ത്രിമാരെ ഒന്ന് വ്യക്തിപരമായി പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളം എത്രയോ നാളുകളായി കൊതിച്ച, ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്ന് കരുതിയ ഒരു സംവിധാനം മുഴുവൻ പകച്ചു നിന്നിനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുമ്പോൾ തൂഫാൻ എന്ന പേരിൽ മയക്കുമരുന്നിൻ്റെ വേരെറുക്കാനായി അല്ലെങ്കിൽ അതിനെതിരെ പോരാടാനായി ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങി വെച്ച രമേശ് ചെന്നിത്തല ഒരുപക്ഷെ അതിൽ 50% അദ്ദേഹത്തിന് വിജയിക്കാനായാൽ ഒരു തലമുറയല്ല, തലമുറകൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും എന്നതാണൊരു സ്ഥിതിവിശേഷം. കാരണം അത്രമേൽ ഈ നാട് ആഗ്രഹിച്ചിരുന്നു തൂഫാൻ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരിൽ ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു നീക്കം. വല്ലാണ്ട് അപകടകരമാം വിധം വ്യാപിക്കുകയായിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സ്ഥിതി, പോലീസ് സംവിധാനം പോലും നിസ്സഹായമാകുന്ന സ്ഥിതി, ഭയം കൊണ്ട് ആരും ഇൻഫോം ചെയ്യാൻ കഴിയാത്ത സ്ഥിതി, പലയിടങ്ങളിലും ഇതിൻ്റെ കൈമാറ്റം കണ്ട് മുഖം തിരിച്ച് നടക്കേണ്ടി വരുന്നൊരു സ്ഥിതി, സ്കൂളുകളുടെ പരിസരങ്ങൾ നിസ്സഹായമായി പോയ ഒരു സ്ഥിതി, രാത്രികാലങ്ങളിൽ ഇരുണ്ട ഇടനാഴികളിലും ഒക്കെ എവിടെയെന്നറിയാതെ വല്ലാത്തൊരു സാഹചര്യം. പലരെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടുമ്പോഴാണ് നമ്മൾ കൺമുന്നിൽ കണ്ട നമ്മളോട് വളരെ വിനയാന്വിതമായി ചിരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവരൊക്കെ ഈ ചെങ്ങലയുടെ കണ്ണികളാണെന്നറിയുന്നത്. അതിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും സർക്കാർ ജീവനക്കാരും ഒക്കെ കുടുങ്ങുന്നൊരു സ്ഥിതിവിശേഷം. അത്രമേൽ വ്യാപകമായ മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരെ ഒരു പോരാട്ടം തുടങ്ങി വെച്ച, അല്ലെങ്കിൽ അതിനെതിരെ വളരെ ചലനാത്മകമായ നടപടികളോടെ എല്ലാ ജില്ലകളിലും അതിനൊരു ഉണർവും ഉശിരും നൽകി ഏതാണ്ട് 10,500-ഓളം ആളുകളെയും കേസുകളെയും അടക്കം തപ്പിയെടുത്ത് മുന്നേറുന്ന ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ അഭിനന്ദനം മാത്രമല്ല അദ്ദേഹം അർഹിക്കുന്നത്. ആ ദൗത്യത്തിന് മുന്നിലും പിന്നിലും അണിയറയിലും അരങ്ങിലുമൊക്കെയായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഈ കേരളത്തിലെ അമ്മമാർ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, പിതാക്കന്മാർ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അതുപോലെ മനുഷ്യരാകിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സമാനതകളില്ലാത്തതാണ് ആ നിലപാട്. കഴിഞ്ഞ ദിവസം ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഗുണ്ടകളുടെ വിരട്ടിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ആ കാലം തീർന്നു, ഇനി നടപടികളുടെ കാലമാണ് എന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നീതിപൂർവ്വം ഇടപെടാനുള്ള അവസരം നൽകി സാമൂഹ്യവിരുദ്ധ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിന്, നിയന്ത്രിക്കുന്നതിന്, അതിനെ വരുതിയിൽ കൊണ്ടുവരുന്നതിന്, പൊതുസമൂഹത്തിന് ഒരു സ്വസ്ഥവും സമാധാനവുമായ ജീവിതം ഉറപ്പാക്കുന്നതിന് വളരെ കരുത്തുറ്റ നടപടികളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് 10-ൽ എത്ര മാർക്ക് അദ്ദേഹത്തിനെന്ന് ചോദിച്ചാൽ ആർക്കും കണ്ണടച്ച് 8 മാർക്ക് നൽകാവുന്ന സ്ഥിതിയിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനം. പലരും അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചപ്പോൾ അതൊന്നും കാര്യമായി ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അന്ന് പിന്നോക്ക സമുദായ കോർപ്പറേഷനിലെ പണാപഹരണവുമായി ബന്ധപ്പെട്ട കേസിൽ FIR ഇട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDPയുടെ, ഇന്നത്തെ പോലെയല്ല, ഇന്നെല്ലാവർക്കും അദ്ദേഹം ഒരു തമാശ ക്യാരക്ടറാണ്, പണ്ട് വളരെ കരുത്തോടെയാണ് നിൽക്കുന്നതെന്ന കാലത്ത് FIR ഇട്ട് കേസെടുത്ത ആളിൻ്റെ പേരാണ് രമേശ് ചെന്നിത്തല. അതിനുശേഷം പിന്നെ ഒന്നും നീങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് മാത്രമാണ് കേസെടുത്തത്. അതുകൊണ്ട് എത്രമേൽ രമേശ് ചെന്നിത്തലയെ ആക്ഷേപിക്കാമോ അത്രമേൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ രമേശ് ചെന്നിത്തലയെ ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലി
ആരോടും പ്രത്യേകിച്ച് പകയോ വൈരാഗ്യമോ അത്തരം കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഈ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിനെ ദ്രോഹിക്കുന്നവരോടും എതിർക്കുന്നവരോടും ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകനോട് പറയുമായിരുന്നു, അതൊരു സവിശേഷമായ പ്രത്യേകതയാണ് രമേശ് ചെന്നിത്തലയുടേത്. സ്നേഹപ്പെട്ടാൽ ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ആളാണ്, കരുതലോടെ കൊണ്ടു നടക്കുന്ന ആളാണ്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചെന്ന് കൊതിയുന്നുണയൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താലും നിമിഷങ്ങൾ കൊണ്ട് അത് ഇല്ലാതായി ഏറ്റവും സ്നേഹത്തോടെ ഇടപെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഈ സർക്കാരിൽ ഒരു ചലനാത്മകമായ നിലപാട്, ഒരു ദൃശ്യമായ മാറ്റത്തിൻ്റെ സൂചന നൽകി, ഇടപെടലുകളുടെ മാറ്റത്തിൻ്റെ സൂചന നൽകി, എവിടെയും മനുഷ്യ സമൂഹത്തിനൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ചുവടുവെപ്പായി തൂഫാൻ മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ കുറ്റകൃത്യങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന, വ്യത്യസ്തമായ രീതിയിൽ ഇടപെടുന്ന ഒരു പോലീസ് സംവിധാനം, അത് വിജിലൻസിൽ കൂടി വ്യാപിപ്പിച്ച് അഴിമതിക്കാരെയും അതുപോലെയുള്ള കുഴപ്പക്കാരെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടി, അത് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതൊക്കെ വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് കണ്ടുപിടിക്കുകയും ഒഴിവാക്കുകയും ചെയ്യേണ്ടവർ തന്നെ കൈക്കൂലി വാങ്ങിയാൽ നോക്കി നിൽക്കുന്ന, നിസ്സഹായമായി നിൽക്കുന്ന ഒരു സംവിധാനത്തിനപ്പുറത്ത് വളരെ ചലനാത്മകമായിരുന്നു അതിൻ്റെ പ്രവർത്തനം. അതിൽ ഹേമേന്ദ്രൻ എന്ന് പറയുന്ന ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്രെഡിബിലിറ്റി, കഴിവ്, അദ്ദേഹം ഒരു മാതൃകാ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പലരും പേരുകൊണ്ടും കസേര കൊണ്ടും മാത്രം പ്രശസ്തമായപ്പോൾ പ്രവൃത്തി കൊണ്ടും സത്യസന്ധത കൊണ്ടും സുതാര്യത കൊണ്ടും നീതിബോധം കൊണ്ടും ശ്രദ്ധേയനായ ആളാണ് ഹേമേന്ദ്ര സാറ്. അദ്ദേഹത്തിനെ അന്നത്തെ പോലെ വീണ്ടും ഒപ്പം കൂട്ടിയാണ് രമേശ് ചെന്നിത്തലയുടെ യാത്ര. അത് ഉചിതവുമാണ്. ഏതായാലും ആഭ്യന്തര വകുപ്പിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഈ തൂഫാൻ അടക്കമുള്ള ഈ സമൂഹത്തെ, വരും തലമുറകളെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഏറ്റവും താല്പര്യത്തോടെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും, ഓഫീസർമാരും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരുമെല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും, ഈ കേരളത്തിൻ്റെയും ഭാവിക്ക് അനിവാര്യമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 50% പൂർത്തിയാക്കാനായാൽ കാലം നിങ്ങളെ ഓർത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.